സാഹസിക യാത്രയുടെ ദൃശ്യമാണത്. പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അതാണ്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ജീപ്പിന്റെ മുകളിൽ കയറി ഒരു യുവാവ് യാത്ര നടത്തുകയാണ്. അത് അപകടയാത്രയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം അത് ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നുള്ളതാണ്. റീൽസ് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി ജീപ്പിന്റെ മുകളിൽ കയറി ഒരാൾ യാത്ര ചെയ്യുകയാണ്. അത് എത്രത്തോളം അപകടകരമായ യാത്രയാണ് എന്നത് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. മുൻപും പല ഘട്ടങ്ങളിൽ പല രീതിയിലൊക്കെയുള്ള അപകടകരമായ യാത്രകൾ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണ്. പലപ്പോഴും നടപടിയിലേക്ക് പോകുന്ന തരത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുള്ളതുമാണ്. വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രാഹുൽ, ഇത് സംഭവിച്ചത് എപ്പോഴാണ്? നടപടി ഉണ്ടായോ? അനുജ, നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് ഈ ജീപ്പിന്, ബൊലേറോ ജീപ്പിന് മുകളിൽ കയറി യുവാവ് ഇത്ര സാഹസികമായിട്ട് യാത്ര ചെയ്തതിൽ റീൽസ് ചിത്രീകരണമായിരുന്നു ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ജീപ്പിന്റെ തിരിഞ്ഞു പോകുന്ന ഭാഗത്ത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മൊബൈൽ ഫോണും പിടിച്ച് കുറച്ച് ആളുകൾ അവിടെ നിൽപ്പുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി. അത് റീൽസിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഈ അപകട യാത്ര എത്രത്തോളം മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് ഇങ്ങനെ സാഹസിക യാത്ര അല്ലെങ്കിൽ അപകട യാത്ര നടത്തുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനു മുമ്പും പലതവണ പല വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പ് പരമാവധി ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഇതിങ്ങനെ നിർബാധം തുടരുകയാണ് ഈ മോട്ടോർ വാഹന നിയമലംഘനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു ജീപ്പിന്റെ മുകളിൽ കയറി നിൽക്കുക, അത് ഓടുന്ന ജീപ്പിന്റെ മുകളിൽ കയറി നിൽക്കുക, അതിനുശേഷം ആ വാഹനം പോകുമ്പോൾ ആ മുകളിൽ നിൽക്കുന്ന യുവാവ് വീഴാൻ പോകുന്നുണ്ട്. അതുൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്രയ്ക്കും എന്ത് അത്യാവശ്യമായിരുന്നു ഈ വാഹനത്തിൽ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദൃശ്യം കാണുന്ന ആർക്കും മനസ്സിലാവില്ല. എന്നിരുന്നാലും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോട്ടോർ വാഹന വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് എത്രയും വേഗം ഉണ്ടാകേണ്ടതുമാണ്. അതാണ്, അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇത്തരത്തിലേക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്ന ഓരോ ഘട്ടത്തിലും അങ്ങനെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിലും അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു.